ഹായ് ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 2ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ആദ്യത്തെ യൂണിറ്റായ ബ്രൂണോ ദ പപ്പിയിലെ മുഴുവൻ ആക്ടിവിറ്റീസും പ്രോജക്റ്റ് വർക്കുമാണ് കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബ്രൂണോ ദ പപ്പി എന്നുള്ള ചാപ്റ്റർ മുഴുവനായിട്ടും മലയാളത്തിൽ എങ്ങനെയാണ് വിശദീകരണം എന്ന് നോക്കിയിരുന്നു. അതുപോലെ തന്നെ അതിലെ സൈഡിലുള്ള ചോദ്യങ്ങളും നമ്മൾ ചെയ്ത് നോക്കിയിരുന്നു. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ആക്ടിവിറ്റി 1. സച്ചിൻ വോണ്ട്സ് ടു ഗോ ടു സം പ്ലേസസ്. സച്ചിന് ചില സ്ഥലത്തേക്കൊക്കെ പോവേണ്ടതുണ്ട്. ഹീ സേസ് ദീസ് ടു ബ്രൂണോ. അവൻ എന്ത് ചെയ്തു? ഇത് ബ്രൂണോയോട് പറഞ്ഞു. കംപ്ലീറ്റ് വാട്ട് ഹീ സേസ്. സച്ചിൻ എന്താണ് ബ്രൂണോയോട് പറയുന്നതെന്ന് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിച്ചു കൊടുക്കാൻ. എന്തായിരിക്കും സച്ചിൻ ബ്രൂണോയോട് പറഞ്ഞിട്ടുണ്ടാവുക എന്ന് പൂരിപ്പിച്ചു കൊടുക്കാനാണ് ഒന്നാമത്തെ ആക്ടിവിറ്റി. ആദ്യത്തേത് നോക്കൂ, അവിടെ തന്നിട്ടുണ്ട്. സച്ചിൻ എന്താ ബ്രൂണോയോട് പറഞ്ഞത്? ലെറ്റ്സ് ഗോ ടു ദ പ്ലേ ഗ്രൗണ്ട്. നമുക്ക് പ്ലേ ഗ്രൗണ്ടിലേക്ക് പോവാം, കളിക്കുന്ന സ്ഥലത്തേക്ക് പോവാം. രണ്ടാമത്തേത് നോക്കൂ, അതൊരു ഗാർഡൻ ആണല്ലേ, ഒരു പൂന്തോട്ടമാണ്. അപ്പോൾ എന്തായിരിക്കും സച്ചിൻ പറഞ്ഞിട്ടുണ്ടായിരിക്കുക? ലെറ്റ്സ് ഗോ ടു ദ ഗാർഡൻ. നമുക്ക് പൂന്തോട്ടത്തിലേക്ക് പോവാം. അടുത്തത് നോക്കൂ, അതൊരു കുളമാണ് അല്ലേ. കുളത്തിന് എന്താ ഇംഗ്ലീഷിൽ പറയുക? പോണ്ട് എന്നാണ് കേട്ടോ. അപ്പോൾ ബ്രൂണോയോട് എങ്ങനെ പറയാം? ലെറ്റ്സ് ഗോ ടു ദ പോണ്ട്. നമുക്ക് കുളത്തിലേക്ക് പോവാം. നാലാമത്തേത് നോക്കൂ, അതൊരു പാർക്കാണ് അല്ലേ. സോ നമുക്ക് എങ്ങനെ പറയാം? ലെറ്റ്സ് ഗോ ടു ദ പാർക്ക്. നമുക്ക് പാർക്കിലേക്ക് പോവാം. ആക്ടിവിറ്റി 2. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ്. താഴെ തന്നിട്ടുള്ള ചിത്രങ്ങൾ നോക്കൂ. സച്ചിൻ ആൻഡ് ബ്രൂണോ ആർ ഡൂയിങ് സംതിങ്. സച്ചിനും ബ്രൂണോയും അവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. സേ വാട്ട് ദേ ആർ ഡൂയിങ് ആൻഡ് റൈറ്റ് ദെം ഡൗൺ. അവരെന്താണ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് പറയുകയും വേണം, അവിടെ എഴുതി കൊടുക്കുകയും വേണം. 1 ഈസ് ഡൺ ഫോർ യു. ഒരെണ്ണം നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. സച്ചിൻ ഈസ് പാറ്റിംഗ് ബ്രൂണോ. സച്ചിൻ ബ്രൂണോയെ പാറ്റ് ചെയ്യുകയാണ്. പാറ്റിംഗ് എന്ന് വെച്ചാൽ താലോലിക്കുകയാണ്. ബ്രൂണോ ഈസ് വാഗിങ് ഇറ്റ്സ് ടെയിൽ. ബ്രൂണോ അതിൻ്റെ വാല് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തേത് നോക്കൂ, സച്ചിൻ ഈസ് റണ്ണിങ്. സച്ചിൻ ഓടുകയാണ്. ബ്രൂണോ ഈസ് ജമ്പിങ്. ബ്രൂണോ ചാടുകയാണ്. അടുത്തത് നോക്കൂ, സച്ചിൻ ഈസ് റീഡിങ് എ ബുക്ക്. സച്ചിൻ ഒരു ബുക്ക് വായിക്കുകയാണ്. ബ്രൂണോ ഈസ് റോളിങ് എ ബോൾ. ബ്രൂണോ ഒരു പന്ത് ഉരുട്ടി കളിക്കുകയാണ്. അവസാനത്തേത് നോക്കൂ, സച്ചിൻ ഈസ് കിക്കിംഗ് എ ബോൾ. സച്ചിൻ ഒരു പന്ത് അടിക്കുകയാണ്. ബ്രൂണോ ഈസ് സ്ലീപ്പിംഗ്. ബ്രൂണോ ഉറങ്ങുകയാണ്. ആക്ടിവിറ്റി 3. സച്ചിൻ ഈസ് ഇൻ ദ ടൗൺ. സച്ചിന് ടൗണിലാണ്. ഹീ വോണ്ട്സ് ടു ഗോ ടു ദ ടോയ് ഷോപ്പ് ഫസ്റ്റ്. അവൻ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം ഒരു ടോയ് ഷോപ്പിലേക്ക് പോകണം. ദെൻ ഹീ വുഡ് ലൈക്ക് ടു ഗോ ടു ദ ബുക്ക് സ്റ്റോൾ ആൻഡ് ലേറ്റർ ടു ദ പാർക്ക്. അതിനുശേഷം ബുക്ക് സ്റ്റോളിലേക്കും പോകണം, അവസാനമായിട്ട് പാർക്കിലേക്കും പോകണം. ബട്ട് ഹി ഡസൻ നോ ഹൗ ടു റീച്ച് ദീസ് പ്ലേസസ്. പക്ഷെ അവന് ഇങ്ങോട്ടേക്ക് എങ്ങനെയാണ് പോവേണ്ടത് എന്നുള്ള വഴി അറിയില്ല. ഗിവ് ഹിം ദ പ്രോപ്പർ ഡയറക്ഷൻസ്. അവന് വഴി കാണിച്ചു കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്, വഴി പറഞ്ഞു കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 1 ഈസ് ഡൺ ഫോർ യു. ഒരെണ്ണം ഇവിടെ തന്നിട്ടുണ്ട്. ടോയ് ഷോപ്പിലേക്ക് പോകേണ്ടത് എങ്ങനെയാണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. നോക്കിക്കേ, ആദ്യം വാക്ക് സ്ട്രെയിറ്റ്. ആദ്യം നേരെ നടക്കുക. ടേൺ ലെഫ്റ്റ്. ഇടത്തോട്ട് തിരിയുക. ഗോ സ്ട്രെയിറ്റ്. ഇടത്തോട്ട് തിരിഞ്ഞിട്ട് നേരെ നടക്കുക. യു വിൽ റീച്ച് ദ ടോയ് ഷോപ്പ്. എന്നാൽ നിങ്ങൾക്ക് ടോയ് ഷോപ്പിലെത്താൻ പറ്റും. ഇനി അടുത്തത് പോകേണ്ടത് എങ്ങോട്ടാണ്? ബുക്ക് സ്റ്റോളിലേക്കാണ്. അടുത്തത് ബുക്ക് സ്റ്റോളിലേക്കാണ് പോവേണ്ടത്. ഗോ സ്ട്രെയിറ്റ്. നേരെ പോവുക. ടേൺ റൈറ്റ്. വലത്തോട്ട് തിരിയുക. ഗോ സ്ട്രെയിറ്റ്. എന്നിട്ട് നേരെ പോവുക. യു വിൽ റീച്ച് ദ ബുക്ക് സ്റ്റോൾ. അപ്പോൾ നിങ്ങൾക്ക് ബുക്ക് സ്റ്റോളിലെത്താം. അടുത്തത് പാർക്കിലേക്കാണ് പോവേണ്ടത്. ടേൺ ലെഫ്റ്റ്. ആദ്യം ലെഫ്റ്റിലേക്ക്, ഇടത്തോട്ടേക്ക് തിരിയുക. ഗോ സ്ട്രെയിറ്റ്. നേരെ പോവുക. ടേൺ റൈറ്റ്. വലത്തോട്ടേക്ക് തിരിയുക. ഗോ സ്ട്രെയിറ്റ്. നേരെ പോവുക. യു വിൽ റീച്ച് ദ പാർക്ക്. നിങ്ങൾക്കപ്പോൾ പാർക്കിലെത്താം. ആക്ടിവിറ്റി 4. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ്. ചിത്രങ്ങൾ നോക്കൂ. റൈറ്റ് എ സെൻറ്റൻസ് ഈച്ച് അബൌട്ട് ദ പിക്ചേഴ്സ്. ഓരോ ചിത്രത്തെക്കുറിച്ചും ഒരു സെൻറ്റൻസ് എഴുതുക. 1 സെറ്റ് ഈസ് ഡൺ ഫോർ യു. ഒരു സെറ്റ് നിങ്ങൾക്ക് അവിടെ തന്നിട്ടുണ്ട്. ദർ ഈസ് എ ക്യാരറ്റ് ഓൺ ദ പ്ലേറ്റ്. ഒരു പാത്രത്തിൽ ഒരു ക്യാരറ്റ് ഉണ്ട്. ദർ ആർ സം ക്യാരറ്റ്സ് ഇൻ ദ ബാസ്ക്കറ്റ്. ബാസ്ക്കറ്റിൽ അഥവാ കുട്ടയിൽ കുറച്ച് ക്യാരറ്റുകൾ ഉണ്ട്. അപ്പോൾ ഒരെണ്ണമായപ്പോൾ ദർ ഈസ് എന്ന് പറഞ്ഞു. ഒരുപാടായപ്പോൾ, ഒന്നിൽ കൂടുതലായപ്പോൾ ദർ ആർ എന്ന് പറഞ്ഞു. അടുത്തത് നോക്കൂ, ഒരാൺകുട്ടി ഊഞ്ഞാലിലിരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്കതിനെ എങ്ങനെ എഴുതാം? ദർ ഈസ് എ ബോയ് ഓൺ ദ സ്വിങ്.
അടുത്ത ചിത്രത്തിലോ 2 ആൺകുട്ടികളാണ് സീസോയിലിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? There are 2 boys on the seesaw. ഒരാളാവുമ്പോൾ there is, ഒന്നിൽ കൂടുതലാവുമ്പോൾ there are. അടുത്ത ചിത്രം നോക്കിക്കേ. ഒരു പെൺകുട്ടി ഒരു സ്ലൈഡിലിരുന്ന് കളിക്കുകയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? There is a girl on the slide. There is a girl on the slide. രണ്ടാമത്തെ ചിത്രത്തിൽ നോക്കൂ. ഒരു ബെഞ്ചിൽ ഒരു ആൺകുട്ടി ഇരിക്കുന്നുണ്ട് അല്ലേ? There is a boy on the bench. അടുത്ത ചിത്രം നോക്കിക്കേ. ഒരു ബെഞ്ചിൽ ഒരു പംകിനുണ്ട്, മത്തനുണ്ട് അല്ലേ? അപ്പോൾ നമുക്കതിനെ എങ്ങനെ എഴുതാം? There is a pumpkin on the bench. രണ്ടാമത്തെ ചിത്രത്തിൽ കുറച്ചധികം പംകിൻസ് എന്താണ് ഒരു ബാസ്ക്കറ്റിലാണല്ലേ? അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? There are some pumpkins in the basket. കുട്ടയ്ക്ക് അകത്താണുള്ളത്, അതുകൊണ്ട് ഓൺ എന്നെഴുതില്ല, ഇൻ എന്നാണ് എഴുതുക. ഇൻ ദ ബാസ്ക്കറ്റ്. ആക്ടിവിറ്റി 5. സച്ചിൻ സോ ബ്രൂണോ റണ്ണിങ് ഔട്ട് ഓഫ് ദ ഗേറ്റ്. സച്ചിൻ ബ്രൂണോ ഗേറ്റിന് പുറത്തേക്ക് ഓടുന്നത് കണ്ടു. നമുക്ക് ഓർമ്മയുണ്ടല്ലോ, പുറത്തൊരു മീൻകാരൻ വന്ന് നിന്നപ്പോൾ സച്ചിന് ഗേറ്റിന് പുറത്തേക്ക് ഓടിപ്പോയി. സച്ചിൻ ട്രൈഡ് ടു സ്റ്റോപ്പ് ഹിം. സച്ചിൻ അവനെ നിർത്താനായിട്ട് ശ്രമിച്ചു. ബട്ട് ഹി കുഡ് നോട്ട്. പക്ഷേ അവന് സാധിച്ചില്ല. ഹി റാൻ ടു ഹിസ് ഫാദർ. പെട്ടെന്ന് തന്നെ സച്ചിൻ എന്ത് ചെയ്തു? സച്ചിൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് ഓടി. വാട്ട് വിൽ സച്ചിൻ ടെൽ ഹിസ് ഫാദർ? സച്ചിൻ അവൻ്റെ അച്ഛനോട് എന്തൊക്കെയായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കുക? വാട്ട് വിൽ ഹിസ് ഫാദർ സേ? അച്ഛൻ തിരിച്ചെന്ത് മറുപടി പറഞ്ഞിട്ടുണ്ടാവും? റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ സച്ചിൻ ആൻഡ് ഹിസ് ഫാദർ. സച്ചിനും അവൻ്റെ അച്ഛനും തമ്മിൽ പറയാൻ ഇടയായിട്ടുള്ള സംഭാഷണം. കോൺവെർസേഷൻ എന്ന് വെച്ചാൽ സംഭാഷണം എഴുതി നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സച്ചിൻ, ഫാദർ, ബ്രൂണോ വെൻറ്റ് ഔട്ട് ഓഫ് ദ ഗേറ്റ്. അച്ഛാ, ബ്രൂണോ ഗേറ്റിനപ്പുറത്തേക്ക് പോയി. ഫാദർ, ഡോണ്ട് വറി, വി ക്യാൻ ഗോ ആൻഡ് ഫൈൻഡ് ഹിം. നീ പേടിക്കണ്ട, നമുക്ക് അവനെ പോയി കണ്ടുപിടിക്കാം. സച്ചിൻ, ഹൗ ക്യാൻ വി ഫൈൻഡ് ഹിം? നമ്മൾ എങ്ങനെ അവനെ കണ്ടുപിടിക്കുന്നത്? ഫാദർ, വി ക്യാൻ ഗോ ടു ദ സ്ട്രീറ്റ് ആൻഡ് ഫൈൻഡ് ഹിം. നമുക്ക് പുറത്തേക്ക് പോയിട്ട്, തെരുവിലേക്ക് പോയിട്ട് അവനെ കണ്ടുപിടിക്കാം. സച്ചിൻ, ഓക്കെ ഫാദർ, ഡോണ്ട് ബി ലേറ്റ്, ലെറ്റ്സ് ഗോ. ശരി അച്ഛാ, നമുക്ക് പെട്ടെന്ന് തന്നെ പോകാം, ഒട്ടും സമയം കളയണ്ട. ആക്ടിവിറ്റി 6. ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ്, ലെറ്റ്സ് ഗോ ഹോം. നേരമായി, നമുക്ക് വീട്ടിലേക്ക് പോകാം. സച്ചിൻ ആൻഡ് ഹിസ് ഫാദർ സ്റ്റാർട്ടഡ് വാക്കിംഗ് ഹോം. സച്ചിനും അവൻ്റെ അച്ഛനും തിരിച്ച് വീട്ടിലേക്ക് നടക്കാൻ തുടങ്ങി. എവിടെ നിന്നാണ്? ബ്രൂണോയെ അന്വേഷിച്ച് അവർ പാർക്കിലേക്ക് പോയി. അവിടെ ഒന്നും കാണാതായപ്പോൾ അവർ തിരിച്ച് വീട്ടിലേക്ക് വരാൻ നിന്നു. സച്ചിൻ വാസ് വെരി സാഡ്. സച്ചിൻ വളരെയധികം വിഷമത്തിലായിരുന്നു. ഹി തോട്ട് അബൌട്ട് ബ്രൂണോ. അവൻ ബ്രൂണോയെക്കുറിച്ച് ചിന്തിച്ചു. വാട്ട് വുഡ് ഹി തിങ്ക് അബൌട്ട് ബ്രൂണോ? അവൻ എന്തൊക്കെയായിരിക്കും ബ്രൂണോയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരിക്കുക? റൈറ്റ് ദ തോട്ട്സ് ഓഫ് സച്ചിൻ. സച്ചിൻ്റെ ചിന്തകൾ. തോട്ട്സ് എന്ന് വെച്ചാൽ ചിന്തകൾ എഴുതാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഓ ഗോഡ്, വേർ ഈസ് മൈ ബ്രൂണോ? എൻ്റെ ദൈവമേ, ബ്രൂണോ എവിടെയാണ്? വിൽ ഹി ഗെറ്റ് ഇൻ ടു എനി ഡേഞ്ചർ? അവൻ എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടായിരിക്കുമോ? ഈസ് എനി വൺ ബീറ്റ് ഹിം? അവനെ ആരെങ്കിലും അടിച്ചിട്ടുണ്ടായിരിക്കുമോ? ഐ എം സോ സാഡ്. ഞാൻ വളരെയധികം വിഷമത്തിലാണ്. ഐ വോണ്ട് ടു ഗെറ്റ് മൈ ബ്രൂണോ ബാക്ക്. എനിക്ക് എൻ്റെ ബ്രൂണോയെ തിരിച്ചു വേണം. ഐ മിസ് ഹിം സോ മച്ച്. ഞാൻ അവരെ ഒരുപാട് മിസ് ചെയ്യുന്നു. പ്ലീസ് കം ബാക്ക് ബ്രൂണോ. ബ്രൂണോ, നീ വേഗം തിരിച്ചു വായോ. അപ്പോൾ ഇതൊക്കെയായിരിക്കും സച്ചിൻ്റെ തോട്ട്സ് അല്ലേ? സച്ചിൻ്റെ ആ സമയത്തുള്ള ചിന്തകൾ ഇതൊക്കെയായിരിക്കും. ആക്ടിവിറ്റി 7. ബ്രൂണോ വെൻറ്റ് ടു ദ വെജിറ്റബിൾ ഷോപ്പ്. പാർക്കിൽ നിന്നും ബ്രൂണോ വെജിറ്റബിൾ ഷോപ്പിലേക്ക് പോകുന്നത് നമ്മൾ വായിച്ചില്ലേ? നെയിം ദ വെജിറ്റബിൾസ് ബ്രൂണോ സോ ദെയർ. ബ്രൂണോ അവിടെ കണ്ടിട്ടുള്ള വെജിറ്റബിൾസ് എന്തൊക്കെയായിരിക്കുമെന്ന് ഇവിടെ എഴുതി കൊടുക്കണം. സം ക്ലൂസ് ആർ ഗിവൺ ബിലോ. നമുക്ക് ചില ക്ലൂകൾ തന്നിട്ടുണ്ട്. അതിനനുസരിച്ച് അവൻ കണ്ട വെജിറ്റബിൾ എന്താണെന്ന് ഇവിടെ എഴുതാണ് കേട്ടോ വേണ്ടത്. ആദ്യത്തേത് നോക്കൂ. ഇറ്റ്സ് കളർ ഈസ് ഓറഞ്ച്. അതിൻ്റെ കളറ് ഓറഞ്ചാണ്. റാബിറ്റ്സ് ലൈക്ക് ഇറ്റ്. റാബിറ്റ്സിന്, മുയലുകൾക്ക് ഈ വെജിറ്റബിൾ ഭയങ്കര അധികം ഇഷ്ടമാണ്. ഇറ്റ് ഈസ് സ്വീറ്റ്. അതൊരു ചെറിയ മധുരമുള്ള വെജിറ്റബിളാണ്. ഏതായിരിക്കും? ഓറഞ്ച് നിറത്തിൽ റാബിറ്റ്സിനൊക്കെ ഇഷ്ടമുള്ള വെജിറ്റബിൾ ഏതാണ് മക്കളെ? സി വെച്ചാണ് തുടങ്ങുന്നത്. ക്യാരറ്റ്. ക്യാരറ്റാണ് ആ വെജിറ്റബിൾ. രണ്ടാമത് നോക്കൂ. ഇറ്റ്സ് റൗണ്ട്. ഇത് വട്ടത്തിലാണുള്ളത്. ഇറ്റ്സ് ബിഗ്. ഇത് അത്യാവശ്യം വലുപ്പമുള്ളതാണ്. ബിഗാണ്, വലുതാണ്. ഇറ്റ് ലുക്സ് ലൈക്ക് എ ഫുട്ബോൾ. ഇറ്റ്സ് ലുക്സ് ലൈക്ക് എ ഫുട്ബോൾ എന്ന് വെച്ചാൽ അത് കാണാൻ ഒരു ഫുട്ബോൾ പോലെയാണ്, വലിയ പന്ത് പോലെയാണ്. ഏതാണ് ഈ വെജിറ്റബിൾ? ബ്രൂണോ ആ വെജിറ്റബിളിന് മുകളിൽ കയറി നിന്നപ്പോൾ ആ വെജിറ്റബിൾ റോൾ ചെയ്ത് പോകാൻ തുടങ്ങിയിരുന്നു.
ഏതായിരുന്നു ആ വെജിറ്റബിൾ? അതെ, പംപ്കിനാണ്. നൗ ഡ്രോ എ വെജിറ്റബിൾ യു ലൈക്ക്. നെയിം ഇറ്റ് ആൻഡ് റൈറ്റ് എ ഫ്യൂ സെൻറ്റൻസസ് അബൌട്ട് ഇറ്റ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വെജിറ്റബിളിനെ ഇവിടെ വരച്ചു കൊടുക്കുക. അതിനെക്കുറിച്ച് ഏതാനും സെൻറ്റൻസുകൾ, വാക്യങ്ങൾ എഴുതുകയും വേണം. ഞാൻ എടുത്ത വെജിറ്റബിൾ നോക്കിക്കേ, ടൊമാറ്റോയാണ്. ഇറ്റ് ഈസ് റെഡ് ഇൻ കളർ. ടൊമാറ്റോയുടെ കളർ ഏതാണ്? റെഡാണ്, ചുവപ്പാണ്. ചുവപ്പ് നിറത്തിലാണ് ഈ വെജിറ്റബിൾ ഉള്ളത്. ഐ ലൈക്ക് ടൊമാറ്റോസ് വെരി മച്ച്. എനിക്ക് ടൊമാറ്റോസ് ഒരുപാട് ഇഷ്ടമാണ്. ഇറ്റ് ഈസ് എ ന്യൂട്രീഷ്യസ് വെജിറ്റബിൾ. ടൊമാറ്റോ എന്ന് പറയുന്നത് വളരെ പോഷകസമ്പന്നമായ ഒരു പച്ചക്കറിയാണ്. ഐ ലൈക്ക് ടു ഈറ്റ് ടൊമാറ്റോസ്. എനിക്ക് തക്കാളി കഴിക്കുന്നത് വളരെ ഇഷ്ടമാണ്. ഇനി നമുക്ക് പ്രോജക്റ്റ് വർക്കാണ് നോക്കാനുള്ളത്. വെജിറ്റബിൾസ് ആർ ഗുഡ് ഫോർ അവർ ഹെൽത്ത്. പച്ചക്കറികളെല്ലാം നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. നെയിം ദ വെജിറ്റബിൾസ് വി കോമൺലി യൂസ്. നമ്മൾ സാധാരണയായി ഉപയോഗിക്കാറുള്ള വെജിറ്റബിൾസിൻ്റെ പേരുകൾ എഴുതണം. നൗ ലുക്ക് അറ്റ് ദ ടേബിൾ ഗിവൺ ബിലോ. താഴെ തന്നിട്ടുള്ള ടേബിൾ നോക്കൂ. കംപ്ലീറ്റ് ദ കോളംസ്. അതിൽ വെജിറ്റബിൾസിൻ്റെ ഫോട്ടോ തന്നിട്ടുണ്ട്. ഏതിൻ്റെ പേരും കളറും ടേസ്റ്റും സൈസും അതുപോലെ സോഫ്റ്റ് ആണോ ഹാർഡ് ആണോ അതെല്ലാം നമ്മളിവിടെ ഈ ടേബിളിൽ എഴുതി ചേർത്ത് കൊടുക്കണം. യു മെ ഡ്രോ ഓർ പേസ്റ്റ് ദ പിക്ചേഴ്സ് ഓഫ് മോർ വെജിറ്റബിൾസ് ആൻഡ് റൈറ്റ് അബൌട്ട് ദം. നിങ്ങൾക്ക് ബാക്കിയുള്ള സ്ഥലത്ത് വെജിറ്റബിൾസ് വരച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ഒട്ടിച്ചു കൊടുക്കുകയോ ചെയ്തിട്ട് ആ ടേബിള് ഫുള്ളാക്കാവുന്നതാണ് കേട്ടോ. ആദ്യത്തെ ചിത്രം ഏതാണ്? അതൊരു ചില്ലിയാണല്ലേ. ചില്ലി എന്ന് വെച്ചാൽ എന്താണ്? മുളക്. ചില്ലിയുടെ കളർ എന്താണ്? ഗ്രീനും ഉണ്ടായിരിക്കും അതുപോലെ തന്നെ റെഡും ഉണ്ടായിരിക്കും. ടേസ്റ്റ് എന്താണ്? ഹോട്ട്. ചില്ലി എരിവാണ് അല്ലേ? സൈസോ? സ്മോൾ, ചെറുതാണ്. അതുപോലെ തന്നെ അതിൻ്റെ നേച്ചർ എന്താണ്? സോഫ്റ്റ് ആണ്, ഹാർഡല്ല, സോഫ്റ്റ് ആണ്. രണ്ടാമത് തന്നിട്ടുള്ള വെജിറ്റബിൾ നോക്കൂ, മത്തനാണ്. മത്തൻ എന്താ പറയുക? പംകിൻ എന്നാണ് പറയുക. പംകിൻ്റെ കളർ എന്താണ്? ഓറഞ്ചാണ്. ടേസ്റ്റ് സ്വീറ്റാണ്, മധുരമാണ്. സൈസോ? ബിഗാണ്, വലുതാണ് അല്ലേ? അതുപോലെ തന്നെ അതിൻ്റെ നേച്ചർ എന്താണ്? ഹാർഡാണ്, സോഫ്റ്റ് അല്ല, ഹാർഡാണ്. അടുത്ത വെജിറ്റബിൾ നോക്കൂ, അതൊരു കൈപ്പയ്ക്കയാണ്. കൈപ്പയ്ക്കയ്ക്ക് എന്താണ് ഇംഗ്ലീഷിൽ പറയുക? ബിറ്റർ ഗാർഡ് എന്നാണ് കേട്ടോ പറയുക. ബിറ്റർ ഗാർഡ്. അതിൻ്റെ കളറോ? ഗ്രീനാണ്. ടേസ്റ്റോ? ബിറ്ററാണ്, കയ്പ്പാണ്. സൈസ് ബിഗാണ്. നേച്ചർ ഹാർഡാണ്. അടുത്ത വെജിറ്റബിൾ ക്യാബേജ് ആണ്. അതിൻ്റെ കളർ ഗ്രീനാണ്. ടേസ്റ്റ് ബിറ്ററാണ്, ചെറിയൊരു കയ്പുള്ള വെജിറ്റബിൾ ആണ്. സൈസ് ബിഗാണ്, വലുതാണ്, സോഫ്റ്റാണ്. ഇനി നെക്സ്റ്റ് വെജിറ്റബിൾ നോക്കൂ, ബീറ്റ്റൂട്ടാണ്. ബീറ്റ്റൂട്ട് റെഡ് കളറാണ്. അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് സ്വീറ്റാണ്, ഒരു ചെറിയ മധുരമാണ്. സൈസ് സ്മോളാണ്, ഹാർഡാണ്. അടുത്തത് ക്യുക്കുംബറാണ്. ക്യുക്കുംബറിൻ്റെ കളറ് ആഷ് കളറാണ്. ടേസ്റ്റ് സ്വീറ്റാണ്. സൈസ് ബിഗാണ്, ഹാർഡാണ്. അടുത്തതായി തന്നിട്ടുള്ള വെജിറ്റബിൾ നമ്മുടെ വെണ്ടയ്ക്കയാണ്. വെണ്ടയ്ക്കയ്ക്ക് എന്താ പറയുക? ലേഡീസ് ഫിംഗർ എന്നാണ് പറയുക കേട്ടോ. അതിൻ്റെ കളർ ഗ്രീനാണ്. ടേസ്റ്റ് കുറച്ച് സ്വീറ്റാണ്. സൈസ് സ്മോളാണ്, സോഫ്റ്റാണ്. ഇനി ഇതിലേക്ക് കൂടുതലായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ടൊമാറ്റോ, പൊട്ടാറ്റോ, യാം അതെല്ലാം നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഐ നോ വർക്ക് നോക്കാം. അതായത് ഈ കഥ നിങ്ങൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട് എന്നറിയാനുള്ളൊരു പ്രവർത്തനമാണ് കേട്ടോ ഇത്. ഐ ലൈക്ക് ബ്രൂണോ സ്റ്റോറി. എനിക്ക് ബ്രൂണോയുടെ കഥ ഇഷ്ടമായി. ഐ ക്യാൻ ഐഡൻറ്റിഫൈ ദ ഡിഫറെൻറ്റ് പ്ലേസസ് വെർ ബ്രൂണോ വെൻറ്റ്. ബ്രൂണോ പോയ വ്യത്യസ്ത സ്ഥലങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ എനിക്ക് സാധിക്കും. ബ്രൂണോ പാർക്കിലേക്ക് പോയി. പാർക്കിൽ നിന്നും വെജിറ്റബിൾ ഷോപ്പ്, അതുപോലെ ബലൂൺ സെല്ലർ, അങ്ങനെ ഒരുപാട് സ്ഥലത്തേക്ക് ബ്രൂണോ വീണ്ടും പോയില്ലേ. ആ സ്ഥലങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ, തിരിച്ചറിയാൻ എന്നെക്കൊണ്ട് സാധിക്കും. ഐ ക്യാൻ ഇമാജിൻ വാട്ട് ഹീ തിങ്സ് വെൻ ഹീ വാസ് ദെയർ. അവന് ആ സ്ഥലങ്ങളിലൊക്കെ എത്തിയപ്പോൾ എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടായിരിക്കുക എന്ന് പറയാൻ എനിക്ക് കഴിയും. റൈറ്റ് ദ പ്ലേസ് വെർ ബ്രൂണോ ഈസ്. ബ്രൂണോ ഇപ്പോൾ ഉള്ള സ്ഥലങ്ങൾ ഏതാണെന്ന് നിങ്ങൾ എഴുതണം. എവിടെ? ഓൺ ദ ലൈൻസ് ബിലോ ദ പിക്ചർ. ഈ ചിത്രത്തിന് താഴെയുള്ള ലൈനിൽ. സെലക്ട് ദ തോട്ട്സ് ഓഫ് ബ്രൂണോ ആൻഡ് റൈറ്റ് ദം ഇൻ ദ തോട്ട് ബബിൾസ്. ഇവിടെ നമുക്ക് പിങ്ക് നിറത്തിൽ കുറേ തോട്ട് ബബിൾസ് തന്നിട്ടുണ്ട്. അവിടെ ബ്രൂണോ എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടായിരിക്കുക എന്നാണ് എഴുതേണ്ടത്. ആദ്യത്തേത് നോക്കൂ, ബ്രൂണോ ഒരു കാറിന് പിന്നാലെ ഓടുന്നതാണല്ലേ. അപ്പോൾ ബ്രൂണോ എവിടെയായിരിക്കും? വേർ ഈസ് ബ്രൂണോ നൗ? ബ്രൂണോ ഇപ്പോൾ എവിടെയാണ്? ബ്രൂണോ ഈസ് ഓൺ ദ റോഡ്. ബ്രൂണോ റോഡിലാണ് അല്ലേ. അപ്പോൾ ബ്രൂണോ എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടായിരിക്കുക? ഇവിടെ എന്തൊക്കെയാണ് കൊടുത്തിട്ടുണ്ട്?
ഓ സോ കളർഫുൾ, ഐ വാണ്ട് വൺ. എന്തൊരു ഭംഗിയുള്ള നിറങ്ങളിലുള്ളവയാണത്, എനിക്കൊന്ന് വേണം. വേർ ഈസ് മൈ ഫ്രണ്ട്, എൻ്റെ സുഹൃത്തെവിടെ? ഓ സോ മെനി വെഹിക്കിൾസ്, ഹൗ ക്യാൻ ഐ ക്രോസ്. എത്രയധികം വാഹനങ്ങളാണ്, ഞാൻ എങ്ങനെ റോഡ് ക്രോസ് ചെയ്യും, മുറിച്ചു കടക്കും. ലെറ്റ് മീ കിക്ക് ദ ബോൾ, ഞാൻ ബോൾ തട്ടട്ടെ. ലെറ്റ് മീ സിറ്റ് ഓൺ ദ സ്വിങ്, ഞാൻ ഊഞ്ഞാലിലിരിക്കട്ടെ. അപ്പോൾ ഇത്തരത്തിലുള്ള കുറേ തോട്ട്സ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ചിത്രത്തിൽ എന്തായിരിക്കും വരിക? അതെ, ഓ സോ മെനി വെഹിക്കിൾസ്, ഹൗ ക്യാൻ ഐ ക്രോസ്. എത്രയധികം വാഹനങ്ങളാണ്, ഞാൻ എങ്ങനെ മുറിച്ചു കടക്കുമെന്നായിരിക്കും അല്ലേ. ഇനി രണ്ടാമത്തെ ചിത്രം നോക്കൂ. ഒരു കുട്ടി ഒരു ഊഞ്ഞാലിലിരുന്ന് ആടുന്നുണ്ട് അല്ലേ. അപ്പോൾ ബ്രൂണോ എവിടെയാണ്? ഇൻ ഫ്രണ്ട് ഓഫ് ദ സ്വിങ്. ബ്രൂണോ ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് എ സ്വിങ്. ബ്രൂണോ ഒരു ഊഞ്ഞാലിന് മുന്നിലായിട്ടാണ് ഉള്ളത്. അപ്പോൾ എന്തായിരിക്കും ബ്രൂണോ ചിന്തിച്ചിട്ടുണ്ടായിരിക്കുക? ലെറ്റ് മീ സിറ്റ് ഓൺ ദ സ്വിങ്, ഞാൻ ഊഞ്ഞാലിലിരുന്നോട്ടെ എന്നായിരിക്കും അല്ലേ. മൂന്നാമത്തെ ചിത്രത്തിൽ ബ്രൂണോ ഒരു ബലൂൺ സെല്ലറുടെ അടുത്ത് നിൽക്കുന്നതാണ് കാണുന്നത് അല്ലേ. ബ്രൂണോ ഈസ് നിയർ എ ബലൂൺ സെല്ലർ. ബ്രൂണോ എവിടെയാണ്? ബലൂൺ സെല്ലറുടെ അടുത്താണ് ഉള്ളത്. അപ്പോൾ എന്തായിരിക്കും ബ്രൂണോ ചിന്തിച്ചിട്ടുണ്ടായിരിക്കുക? ആ ബലൂണുകളെല്ലാം കാണുമ്പോൾ ഓ സോ കളർഫുൾ, ഐ വോണ്ട് വൺ. എത്ര മനോഹരമായിരിക്കുന്നു, എനിക്കൊന്ന് വേണമെന്നായിരിക്കും അല്ലേ. നാലാമത്തെ ചിത്രം നോക്കൂ. ബ്രൂണോ എവിടെയാണ്? ബ്രൂണോ വെജിറ്റബിൾ ഷോപ്പിലാണുള്ളത് അല്ലേ. ബ്രൂണോ ഈസ് ഇൻ എ വെജിറ്റബിൾ ഷോപ്പ്. ബ്രൂണോ എവിടെയാണ്? ഒരു പച്ചക്കറി കടയിലാണ് ഉള്ളത്. അപ്പോൾ എന്തായിരിക്കും ചിന്തിക്കുക? ബ്രൂണോയ്ക്ക് അവിടെയുള്ള ടൊമാറ്റോസും പൊട്ടേറ്റോസും പംകിൻസും ഒക്കെ കാണുമ്പോൾ അതെല്ലാം നല്ല മനോഹരമായ ബോളുകളാണെന്നായിട്ടും ബ്രൂണോ വിചാരിച്ചിട്ടുണ്ടായിരിക്കുക. നമ്മൾ കണ്ടു ബ്രൂണോ ബോളാണെന്ന് കരുതിയൊരു പൊട്ടറ്റോ ബോക്സ് തട്ടിക്കളയുന്നത് കണ്ടു. അതുപോലെ തന്നെ പംകിൻസിന് മേലെ ചാടിക്കയറിയിരിക്കുന്നത് കണ്ടു. പിന്നെ റെഡ് ബോൾസ് ആണെന്ന് കരുതിയിട്ട് ബ്രൂണോ ടൊമാറ്റോ ബോക്സിൻ്റെ മേലെ ഇരിക്കുന്നതും കണ്ടു. അപ്പോൾ ബോളാണെന്ന് കരുതിയിട്ട് ബ്രൂണോ എന്ത് പറയും? ലെറ്റ് മീ കിക്ക് ദ ബോൾ അല്ലേ, ഞാൻ ഈ ബോൾ അടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കും ബ്രൂണോ. ഇനി അവസാനത്തെ ചിത്രം നോക്കൂ. ബ്രൂണോ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ ബ്രൂണോ അവിടെ എത്തുന്ന സമയത്ത് സച്ചിനെയും അച്ഛനെയും ആരെയും കാണുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ എന്തായിരിക്കും ബ്രൂണോ കരുതിയിട്ടുണ്ടായിരിക്കുക? വേർ ഈസ് മൈ ഫ്രണ്ട്, എൻ്റെ സുഹൃത്ത് എവിടെ എന്നല്ലേ. സച്ചിൻ എവിടെ എന്നായിരിക്കും ചിന്തിച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഇത്തരത്തിലാണ് ഈ തോട്ട് ബബിൾസ് നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതോടുകൂടിയിട്ട് ബ്രൂണോ ദ പപ്പി എന്ന സ്റ്റോറിയിലുള്ള മുഴുവൻ ആക്ടിവിറ്റീസും പ്രോജക്റ്റ് വർക്കും മൈനോ വർക്കും എല്ലാം നമ്മൾ തീർത്തു കേട്ടോ. ഇന്ന് ചെയ്ത ആക്ടിവിറ്റീസൊക്കെ മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടായിരിക്കും എന്നൊക്കെ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൂടെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണേ. ബാക്കിയുള്ള ക്ലാസ്സുകൾ നമ്മൾ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്ത് വെക്കാൻ മറക്കല്ലേ. ഇന്നെടുത്തതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ബോക്സിലൂടെ ചോദിച്ചറിയാവുന്നതാണ് കേട്ടോ. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി കാണാം. താങ്ക്